ഇപ്പോൾ പറഞ്ഞല്ലോ സൂപ്പർ താരങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന്. ഇതിനകത്ത് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കുറേ താരങ്ങൾ ചേർന്നാണ് ഈ സംഘടന നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കുറേ താരങ്ങൾ ഈ സംഘടന നടത്തിക്കൊണ്ടുപോകുന്നു. ആക്റ്റീവായ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ ഈ കളി കണ്ടു നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ അവർ നടത്തില്ല, അവർ നടത്തിക്കോട്ടെ. സൈഡിൽ നിന്ന് കളി കാണാനും മമ്മൂക്കയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇഷ്യൂ സെറ്റിൽ ചെയ്യേണ്ടത് അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണമെങ്കിൽ വിളിക്കണം, ഡേറ്റ് കണ്ടിട്ടില്ല. ജനറൽ ബോഡിയിൽ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നു. ഈ ജനറൽ ബോഡിയിൽ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഈ മുതിർന്ന താരങ്ങളെല്ലാം വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല അന്ന് ഈ ജനറൽ ബോഡിയിൽ ഈ മുതിർന്ന താരങ്ങൾ എന്ന് വെച്ചാൽ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ അടക്കമുള്ള മുൻപ് ഇതിന് നേതൃത്വം നൽകിയിരുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന മധ്യസ്ഥരായിരുന്ന ആളുകളൊക്കെ ഈ ക്രൂഷ്യലായ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. കാരണം അത്രയും അളിഞ്ഞ വിഷയങ്ങളാണെന്നുള്ളൊരു പൊതു ചർച്ചയാണ് അവർക്കകത്തുള്ളത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഇന്നസെന്റും മോഹൻലാലും ഒക്കെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ ഇത്രയധികം രൂക്ഷമായ പ്രശ്നങ്ങൾ ഇല്ലെന്നേ. ഇടവേള ബാബു പോലും ഇടവേള ബാബുവിനെതിരെ മറ്റു തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉണ്ടായെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇടവേള ബാബു ഓഫീസ് സെക്രട്ടറി ആകുന്നു, മോഹൻലാൽ ആയിരുന്നപ്പോഴും ഇടവേള ബാബുവിന്റെ കാര്യങ്ങൾ ഒരു വേള സിദ്ദീഖ് കൈകാര്യം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഇതിപ്പോ അജിംസ് പറഞ്ഞ പോലെ പൂർണ്ണമായും വനിതകളുടെ കയ്യിലെത്തിയ ഒരു കാലം എന്ന് വെച്ചാൽ അധ്യക്ഷ മാത്രമല്ല, ഓഫീസ് ബിയറിംഗ് ഉൾപ്പെടെ, അതായത് കുക്കു പരമേശ്വരനാണ് ഓഫീസ് ബിയറിംഗ് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും സ്ത്രീകളുടെ കയ്യിലെത്തിയിട്ടും ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഇത് നിയന്ത്രിക്കുന്ന സ്ത്രീകൾക്കിടയിലെ കുറെ എന്താ പറയുക ഈഗോ ക്ലാഷസ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഈ ജിഹാദി പരാമർശമാണ്. ഇപ്പോൾ ഒരു ക്ലിപ്പുണ്ടല്ലോ, കലാകാരന്മാർക്കിടയിൽ വർഗീയത പാടില്ല എന്ന് മാമുക്കോയെ പറയുന്ന ഒരു സീനുണ്ടല്ലോ. അജിംസ്ക പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ പലതരം ക്ലാഷസ് ഉണ്ടാകും, പക്ഷേ വർഗീയപരമായ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അൻസിബക്കെതിരെ ഇങ്ങനെ ഒരു ജിഹാദി പരാമർശം ശരിക്കും ടിനി നടത്തിയോ എന്നുള്ളതിൽ അന്വേഷണം വേണം. അപ്പോൾ നീന കുറുപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നീന കുറുപ്പ് ഇദ്ദേഹം അങ്ങനെ അൻസിബയെ വിളിക്കുന്നത് നീന കുറുപ്പ് കേൾക്കുകയും നീന കുറുപ്പ് അൻസിബയോട് പറഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് അൻസിബ പോയാൽ തന്നെയും അത് തെളിയിക്കാൻ കഴിയുമോന്ന് ഞാനത് പറഞ്ഞില്ല. ആരാണ് കേട്ടതെന്ന് ആകെ കൂടി കേട്ടത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് അതെങ്ങനെ തെളിയിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കൈവിട്ടൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മുതിർന്ന താരങ്ങൾ ഇടപെടേണ്ട ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മുതിർന്ന താരങ്ങൾ കേസിൽ ഇടപെടുമോ എന്നുള്ളതാണ് ഏറ്റവും